അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്, നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസമായിട്ട് ഞാനൊന്ന് ബഹിരാകാശത്ത് പോയി. അപ്പോ എന്നെ എല്ലാരും കൂടി പാൻ ഇന്ത്യൻ ബീഫ് സ്റ്റാർ ഷിയാസ് കരീമാക്കി. പ്രശ്നം പക്ക വർഗീയതയാണ്, മതഭ്രാന്താണ്. ഷിയാസ് കരീം, ബീഫ്, അനുമോൾ, ഇതാണ് 2-3 ദിവസമായിട്ട് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഷിയാസ് കരീം എന്ന് പറയുന്ന മുസ്ലിം സഹോദരൻ ഹൈന്ദവ സഹോദരിയായ നമ്മുടെ ബിഗ് ബോസ് വിജയിയായ അനുമോളെ നിർബന്ധിച്ച് ബീഫ് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം വൈറലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മൊത്തം ഈ ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 പേരും 2 കാസ്റ്റാണ് എന്നുള്ളതാണ്. ഒന്ന് ഷിയാസ് കരീം മുസ്ലിമാണ്, രണ്ടാമത്തത് അനുമോൾ ഹിന്ദുവാണ്. രണ്ടാമത്തത് പ്രശ്നം ബീഫാണ്. ബീഫ് കഴിച്ചതിൻ്റെ പേരിലും കൈവശം വെച്ചതിൻ്റെ പേരിലും ആൾക്കാരെ തല്ലിക്കൊന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ എന്ന കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. കേരളത്തിൽ ഇതൊരു ചർച്ചയാക്കി മാറ്റിയത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ഒരു 10-15 വർഷത്തിനുള്ളിലായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ സംഘപരിവാർ പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാമാണ് എന്നുള്ളത് കാര്യം യാഥാർത്ഥ്യമാണ്. അല്ലാതെ കേരളത്തിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും എല്ലാം ഈ ബീഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബഫലോ, പോത്തിനെയാണ്. ആ ഒരു കാര്യം കഴിക്കുന്നത് കൊണ്ട് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അല്ലാതെ പശുവിനെയോ അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളെയോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ പ്രചരണമാണ് BJP അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം വെച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. കാരണം അനുമോൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബീഫ് കഴിക്കുന്ന, പാചകം ചെയ്യുന്ന ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അതിൽ നിങ്ങൾക്ക് എത്ര ആൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഷിയാസ് കരീം എന്ന് പറയുന്നത്, അനുമോൾ എന്ന് പറയുന്ന ഒരു ബോണ്ടുണ്ട്. അവർ കഴിച്ചാലും അവർ സ്റ്റാർ മാജിക്കിലായാലും അതിന് മുന്നേ ആയാലും അതിന് ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായാലും എല്ലാ പരിപാടികളും സജീവമായിട്ട് പങ്കെടുക്കുകയും പോവുകയും ചെയ്യുന്നത് ഇവർ 2 പേരും ഒരുമിച്ചാണ്. ഇതൊന്നും സംഘപരിവാർ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള മറ്റ് ജനങ്ങൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഈ അടുത്തിടെ ആദില നൂറ എന്ന് പറയുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾ നമ്മുടെ അനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അനു സൽക്കരിച്ച ഒരു സൽക്കാരം നമുക്ക് കാണാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിന് കാരണക്കാരായ ആ വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ പ്രശ്നത്തിന് ആധാരമായ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കല്യാണ പരിപാടിക്ക് ഫംഗ്ഷന് പോയതാണ്. അവിടെ ബൊഫേ ആണ്. തീർച്ചയായും ഷിയാസ് കരീം പുറകിലാണ് നിൽക്കുന്നത്, അനുമോൾ മുന്നിലാണ് നിൽക്കുന്നത്. അനുമോൾ ഭക്ഷണം എടുക്കാൻ പോയ സമയത്ത് ചുമ്മാ വെറുതെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞതാണ്, അനുമോൾ ബീഫ് കഴിക്കുക എന്ന് നമ്മുടെ ഷിയാസ് കരീം തമാശക്ക് പറഞ്ഞ ഒരു കാര്യമാണ്. അനുമോൾ അത് എത്ര കാര്യമാക്കി എടുത്തിട്ടുമില്ല. പക്ഷേ ആ ഒരു കാര്യം, ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. കാരണം മുസ്ലിമായ ഷിയാസ് കരീമിനെ പോർക്ക് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഈ പന്നിയിറച്ചി എന്ന് പറയുന്നത് ഹറാമാണ്, അത് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ എന്തിനാണ് ബീഫ് കഴിക്കാത്ത അനുമോളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ഇതെടുത്ത് ചർച്ച ചെയ്യുന്നത് വ്യാപകമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ വൻകിട ചാനലുകളിലടക്കം ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഇതിനടുത്തുള്ള ഒരു സ്റ്റോറി എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന രീതിയിലൊക്കെ അടിച്ചിറക്കിയിട്ട് വ്യാപകമായ രീതിയിൽ മതത്തിനെ കുത്തിക്കയറ്റി അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മുടെ അനുമോൾ എന്ന് പറയുന്ന കഥാപാത്രം ബീഫ് പാചകം ചെയ്യാത്ത, ബീഫ് കഴിക്കാത്ത ആളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ അടുത്തിടെ അവർ പങ്കുവെച്ച ഒരു സ്റ്റോറി വേണം ഞാൻ കാണിച്ചു തരാം. ആദില നൂറ വീട്ടിൽ പോയ സമയത്ത് അവർ സൽക്കരിച്ചത് കാണാം.
അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറി, കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിലെ പ്ലേറ്റ് എടുക്കും. തരുമോ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന എടി ഇത് ഫോൺ നോക്കടി. ഇത് എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹമല്ലല്ലോ. എന്ത് അനുക്കുട്ടി അല്ല, അനുക്കുട്ടി ചേച്ചി കുറച്ച് ടൈം. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇന്ന് കേരളത്തിൽ ആരും അങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർ മാത്രം അതിൽ വർഗീയത കണ്ടെത്തുകയും അതിനെ എങ്ങനെയെങ്കിലും വിറ്റ് നമുക്ക് കാശാക്കാമെന്നുള്ള രീതിയിൽ അതിനെ എടുത്ത് പൊലിപ്പിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റുകയാണ്. അല്ലാതെ യഥാർത്ഥ ഹൈന്ദവ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ബീഫ് വേണ്ടവന് കഴിക്കാം, വേണ്ടാത്തവന് കഴിക്കണ്ട, അത്രയേ ഉള്ളൂ. പോർക്കും അതുപോലെ തന്നെ വേണ്ടവന് കഴിക്കാം, വേണ്ടാത്തവന് കഴിക്കണ്ട. അതിനെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലും നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു നാടൊന്നുമല്ല നമ്മുടെ കേരളം. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അനുമോൾ തീർച്ചയായിട്ടും ബീഫ് കഴിക്കുന്ന ഒരാൾ തന്നെയാണ്. അനുമോൾ നിങ്ങളെല്ലാം കണ്ടു കാണും. അവർ സൽക്കരിക്കുന്ന വളരെ പച്ചക്ക് അതിൽ തന്നെ പറയുന്നത് കേട്ടില്ല. ബീഫ് വരട്ടിയതുണ്ട്, ബീഫ് ഒലത്തിയതുണ്ട്, അതുപോലെ തന്നെ കറി വെച്ചതുണ്ട് എന്നൊക്കെ ആ സ്റ്റോറിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതും കാണാം. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ കഴിക്കുമെന്ന് ഷിയാസ് കരീമിന് അറിയാം. പക്ഷേ ഡയറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അനുമോൾ അന്ന് കഴിക്കാതിരുന്നത്. അതാണ് സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഷിയാസ് കരീം ചുമ്മാ ഒരു ജോലിക്ക് അങ്ങനെ പറഞ്ഞു പോയത് മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് വർഗീയപരമായ യാതൊരു താല്പര്യവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ BJP ആയതുകൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ PH പോയത്. ആ ഒരു ചോദ്യം തീർച്ചയായിട്ടും സംഘപരിവാർ പ്രവർത്തകർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെതിരെ ഒരു സംഘപരിവാർ പ്രവർത്തകന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. പ്രശ്നം പക്ക വർഗീയതയാണ്, മതഭ്രാന്താണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ആളുകളെ ഈ വർഗീയമായി ചേരിതിരിപ്പിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള വേട്ടാവളിയന്മാരാണ് എന്ന് സംശയലേശമെന്നെ പറയാൻ സാധിക്കും. ഇവിടെ അവന് ബീഫ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല പച്ചയ്ക്ക് PC ജോർജിൻ്റെ ഭാഷയിൽ മറുപടി കൊടുക്കുകയാണ് ഇതുപോലുള്ള മറ്റേ മോന്മാരോട് ചെയ്യേണ്ടത്. വേറൊരു വീഡിയോയും ഈ വേട്ടാവളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ചോദിക്കുന്നു, ഷിയാസിക്ക കേരളത്തിൽ താമര വിരിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു കുളത്തിൽ വിരിയുമെന്ന്. അതായത് ഇവിടെ വിരിയത്തേ ഇല്ലെന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ഇവൻ്റെ കുഞ്ഞമ്മയുടെ കുളത്തിലാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP ഭരിക്കുന്നത്, അത് കുളമാണോ? താമരയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. താമര വന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ചെടിയും വളരെയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ ഷിയാസ് കരീമിൻ്റെ മുത്തമ്മാനെയും ഉമ്മാനെയൊക്കെ അവരും പറയുന്നുണ്ട്. തെറി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് താമര കേരളത്തിൽ വിരിയുമോ എന്ന ചോദ്യത്തിന് കുളത്തിൽ വിരിയും എന്നുള്ള ഒരു ഉത്തരമാണ് ഷിയാസ് കരീം പറഞ്ഞത്. അതുപോലെ തന്നെ അനുമോളോടും ചോദിച്ചിരുന്നു ശരിക്കും ഓൺലൈൻ മാധ്യമക്കാർ വിരിയുമോ എന്ന് ചോദിച്ച സമയത്ത് അനുമോൾ പറഞ്ഞ മറുപടി വേനൽക്കാലമാണെങ്കിൽ വിരിയില്ല, ചിലപ്പോൾ മഴക്കാലമാണെങ്കിൽ വിരിഞ്ഞേനെ എന്നൊക്കെയാണ്. ഇതൊക്കെ ഒരു തമാശ രൂപത്തിൽ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊന്നും നമ്മൾ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതവും കുത്തിക്കയറ്റുന്നത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉതകുകയുള്ളൂ. അല്ലാതെ ഷിയാസ് കരീമും അനുമോളും തമ്മിൽ തീർച്ചയായിട്ടും അവർക്കൊരു ബോണ്ടുണ്ട്. അവർ ഒരുപാട് കാലമായിട്ട് തുറന്നു വരുന്ന ഒരു സൗഹൃദ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഇങ്ങനെ പേടിച്ചോടുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞതുപോലെ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെയും BJPക്കെതിരെയും വളരെ ശക്തമായ നിലപാട് ഏത് കാലത്തും എടുക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഷിയാസ് കരീമിനെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഏതാനും ഷിയാസ് കരീം പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ BJPൻ്റെ നേതാവ് പറയുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റവുമില്ല, ഞാൻ ബീഫ് കഴിക്കുന്ന ആൾ തന്നെയാണ് എന്നുകൂടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതോടെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. 2 ദിവസമായിട്ട് ഞാനൊന്ന് ബഹിരാകാശത്ത് പോയി. അപ്പോൾ എന്നെ എല്ലാവരും കൂടി പാൻ ഇന്ത്യൻ ബീഫ് സ്റ്റാർ ഷിയാസ് കരീമാക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബീഫ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പശു ഇറച്ചിയല്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തി നമ്മളൊക്കെ പാല് കുടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പം അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അയലൊക്കെ വീട്ടിലൊക്കെ പോയി ഞാൻ ഈ പശുവിന്റെ പാലൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളൊരു ഗോമാതാവ് ആ ഒരു സാധനത്തിലേക്കല്ലോ. ബീഫ് എന്ന് പറഞ്ഞാൽ പക്ക ബഫല്ലോ പോത്തിറച്ചി അത് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞത്.
അപ്പൊ പിന്നെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റർഹുഡ് ഒരു സുഹൃത്തായിട്ട് ഒരു കോമിക് തമാശകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വളച്ചൊടിച്ച് വേറെ ഇതിലേക്ക് ആക്കാൻ പാടില്ല. ഞാനൊരു വീഡിയോൻ്റെ ഒപ്പം ഇടുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കിയിട്ട് പറയാം. അത് നമ്മുടെ BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇടുന്നുണ്ട്. ശരി എന്നാ ബൈട്ടോ, നമ്മൾ നിർത്തി. എനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഞാൻ ഒരു മിനിറ്റ്. ഗോപു വെജിറ്റേറിയനാണോ? ഗോപു സത്യം പറയണം, അല്ല ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടോ അപ്പൊ ഗോപു ബീഫ് കഴിക്കും. ഒന്ന് പറഞ്ഞോട്ടോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. ഇവരെന്താ വെച്ചാല് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറയണേ, നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഇവരുടെ പരിപാടി, രണ്ടെണ്ണത്തിന്റെ പരിപാടി എന്താ പറയുക, ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും. ഈ ഹിപ്പോക്രസി പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ല, പശുവിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടി കളിക്കുന്ന, ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായതുകൊണ്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. ചാടി കളിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ പറയാ പശുണ്ടോ, രാവിലെ കഴിഞ്ഞേക്കും പശുണ്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അത് BJPൻ്റെ നേതാവ് തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണൻ പറയും, നിങ്ങൾ കേട്ട് കാണും. ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ല പോത്തിറച്ചിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഴിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തകരാണ്. അവർ ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പക്ക ഈ ഒരു മുസ്ലിം വിരോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന ചില സംഘപരിവാർ ശക്തികളിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളുള്ളൂ. അവരാണ് ഈ ഒരു കാര്യം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇതിനെ വലുതാക്കി വലിയ രീതിയിൽ ഒരു വർഗീയപരമായ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയും അതിലൂടെ എന്തെങ്കിലും ലാഭമോ നേട്ടമോ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അത് തന്നെയാണ് അവർ കേരളത്തിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലടക്കം ഏത് സംസ്ഥാനങ്ങളിലായാലും അത് നടത്തിക്കൊണ്ടു പോകാനാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ഒരു മറുപടി, അവസാനത്തെ പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എവിടെയെങ്കിലും താമര വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുളത്തിൽ പിന്നെ മറ്റൊരു സാധനവും വളരുകയില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെ വളരാൻ നമ്മൾ കേരളത്തിൽ നമ്മളൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പാർട്ടിയെ എന്നല്ല ഒന്നും വളരാൻ അവർ സമ്മതിക്കില്ല. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടായിരിക്കോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടായിരിക്കോ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിച്ചത് എന്നെല്ലാം ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടുകൂടി ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ തീരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ബീഫ് കഴിക്കുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കഴിക്കുന്ന സാധനമാണ്. അത് നിർബന്ധിച്ച് ആരെയും കഴിപ്പിക്കേണ്ട ഒരു സാധനവുമല്ല, കഴിക്കേണ്ട സാധനവുമല്ല. അവരവരുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.